ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19 മുതൽ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ, കോട്ടയം. PN പണിക്കരുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ, കൊൽക്കത്ത. വാൽമീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ലൈബ്രറി കൗൺസിലിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? ഉത്തരം IV ദാസ്. ദേശീയ ലൈബ്രറിയൻ ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം ഓഗസ്റ്റ് 12. ദേശീയ ലൈബ്രറിയൻ ദിനമായ ആഗസ്റ്റ് 12 ആരുടെ ജന്മദിനമാണ്? ഉത്തരം SR രംഗനാഥൻ. വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള കവി? ഉത്തരം വയലാർ രാമവർമ്മ. 1965 ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. G. ശങ്കരക്കുറുപ്പിൻ്റെ ഏത് കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം ഓടക്കുഴൽ, കവിതാ സമാഹാരം. രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം G. ശങ്കരക്കുറുപ്പ്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള ദിനപത്രം ഏത്? ഉത്തരം ദീപിക, 1887. ഭഗവത്ഗീത ഏത് കൃതിയുടെ ഭാഗമാണ്? ഉത്തരം മഹാഭാരതം. കഥകളിയുടെ ആദ്യ രൂപം? ഉത്തരം രാമനാട്ടം. ഇടശ്ശേരി രചിച്ച പ്രസിദ്ധമായ നാടകം? ഉത്തരം കൂട്ടുകൃഷി. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യത്തെ തുള്ളൽ കൃതി ഏത്? ഉത്തരം കല്യാണ സൗഗന്ധികം. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആര്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. മലയാളത്തിൻ്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വയലാർ രാമവർമ്മ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ജില്ല ഏത്? ഉത്തരം കാസർഗോഡ്. തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരൂർ തുഞ്ചൻ പറമ്പ്, മലപ്പുറം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ചെറുതുരുത്തി.
അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? ഉത്തരം കോട്ടയം. ആനന്ദ് എന്ന തൂലികനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം പി സച്ചിദാനന്ദൻ. രാജ്യസഭാംഗമായ ആദ്യ മലയാള കവി ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഏർപ്പെടുത്തിയ വർഷം? ഉത്തരം 1954. അധ്യാപക കഥകൾ എഴുതി പ്രശസ്തനായ സാഹിത്യകാരൻ ആര്? ഉത്തരം കാരൂർ നീലകണ്ഠപിള്ള. വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം ഏത്? ഉത്തരം മിതവാദി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഉത്തരം ഹിന്ദി. ഭരണഘടന എത്ര ഭാഷകളാണ് അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം 22. ഇന്ത്യയിൽ ദേശീയ വായനാ ദിനം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19. 2020 ദേശീയ വായനാ ദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം വൈജ്ഞാനിക വികസനം, ഗവേഷണം, നവീകരണം എന്നിവയ്ക്കുള്ള വായന. കേരളത്തിൽ സർവകലാശാല വൈസ് ചാൻസലർ, മന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള സാഹിത്യകാരനായ ഏക വ്യക്തി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. കേരളം വളരുന്നു എന്ന കവിത രചിച്ചതാര്? ഉത്തരം പാലാ നാരായണൻ നായർ. മലയാളത്തിൻ്റെ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വയലാർ രാമവർമ്മ. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. ആരുടെ വരികളാണ് ഇത്? ഉത്തരം കുഞ്ഞുണ്ണി മാഷ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ആത്മകഥ ഏത്? ഉത്തരം എൻ്റെ നാടുകടത്തൽ. എൻ്റെ നാടുകടത്തൽ എന്ന ആത്മകഥ രചിച്ചതാര്? ഉത്തരം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള.